ഹലോ ഗായ്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിലെ കൊടിയേറ്റമാണ് കേട്ടോ. മാർച്ച് 3 ശുദ്ധികലശത്തിന് ശേഷം 4-ാം തീയതി നമ്മുടെ ഉത്സവത്തിൻ്റെ കൊടിയേറ്റം. 4-ാം തീയതി ഉത്സവം കൊടിയേറിക്കഴിഞ്ഞാൽ 11-ാം തീയതി ഭഗവാന്റെ ആറാട്ട് വരെ നമ്മുടെ തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിൽ പരിപാടികളാണ്. കൊടിയേറ്റത്തിന് ശേഷം ശ്രീ തൃക്കളയൂർ മഹാദേവ ക്ഷേത്ര മെഗാ തിരുവാതിരയാണ് വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. 150ഓളം സ്ത്രീകൾ അണിനിരക്കുന്ന മെഗാ തിരുവാതിര. തിരുവാതിരയ്ക്കുള്ളവരൊക്കെ ഏകദേശം എത്തിക്കഴിഞ്ഞു കേട്ടോ. കൊടിയേറ്റം കഴിഞ്ഞാൽ ഉടനെ തന്നെ തിരുവാതിരയാണ്. അങ്ങനെ നമ്മുടെ ഉത്സവം കൊടിയേറി കഴിഞ്ഞു കേട്ടോ. കൊടിയേറ്റത്തിന് ശേഷം ഒരു ഗംഭീര വെടിക്കെട്ടും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളേവരും കാത്തിരിക്കുന്ന മെഗാ തിരുവാതിര. അപ്പോൾ മെഗാ തിരുവാതിരയിൽ പങ്കെടുക്കാനുള്ള ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്റ്റേജിൽ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും കൂടിയാണ് ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. കൊടിയേറ്റവും ഉദ്ഘാടന ചടങ്ങുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തിരുവാതിര ഇതാ തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ തിരുവാതിരയ്ക്കുള്ളവരെല്ലാവരും തിരുവാതിര കളിക്കാൻ വേണ്ടി സജ്ജമാവുകയാണ്. ആകെ 5 വരിയാണുള്ളത്. അപ്പം ആ റൗണ്ട് ക്ലിയർ ആക്കുകയാണ് ഫസ്റ്റ് ടൈം എല്ലാവരും ചെയ്യുന്നത്. പിന്നെ ഞങ്ങളും ഉണ്ട് കേട്ടോ മെഗാ തിരുവാതിരയിൽ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ മെഗാ തിരുവാതിര സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. നമാമിതം വിനായകം. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ.
അങ്ങനെ ദേ ഞങ്ങളെ തിരുവാതിര അതിഗംഭീരമായി അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര ആളുകളാണ് ഞങ്ങളെ തിരുവാതിരയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും കൂടെ കൊള്ളിച്ചൊരു ഫോട്ടോ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഫോട്ടോ കിട്ടാത്ത പക്ഷേ ഞങ്ങളൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ തിരുവാതിര ഇഷ്ടപ്പെട്ട എല്ലാവരും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്